ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. നമ്മളിന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേറ്റഡ് കാറ്റഗറി 1-ൽ ഡിസംബർ 2020 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഇത് എക്സാം നടന്നത് ജാനുവരി എങ്ങാണ്ടാണ്. ജാനുവരി, ദാറ്റ് മീൻസ് 2021 ജാനുവരി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടാണ് ഈ എക്സാം നടന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എക്സാം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2012 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റൊക്കെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്, അങ്ങനത്തെ കുറേ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലെവൽ കുറച്ച് മാറി പിന്നെ തിയറീസ് ഒക്കെ കുറച്ച് ചോദിക്കാൻ തുടങ്ങി. പിന്നെ എന്തായി, തിയറീസിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമും കൂടിയാണിത് അല്ലേ, അതായത് ജാനുവരിയിൽ കഴിഞ്ഞൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ച് നോക്കുക. അത്യാവശ്യം കുറച്ച് ടഫാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കാര്യം തിയറിയൊക്കെ നല്ലോണം അറിഞ്ഞവർക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 30 മാർക്ക് ഏകദേശം ഒരു 25+ എങ്കിലും മേടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്യാവശ്യം കാര്യങ്ങൾ നല്ലോണം, അതായത് തിയറട്ടിക്കൽ പാർട്ട് നല്ലോണം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ, അതായത് സിലബസിൽ തന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിൽ. ഇതേ സമയത്ത് നടന്ന കാറ്റഗറി 2യുടെ എക്സാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഈസി ടൈപ്പ് ആയിരുന്നു അതിന് മിക്കവാറുള്ള ക്വസ്റ്റ്യൻസും. പക്ഷേ ഇത് ഇച്ചിരി കുട്ടികളും അതുപോലെ തന്നെ ഈ ഒരു എക്സാം കഴിഞ്ഞ് വന്നവരെല്ലാവരും പറഞ്ഞത് ഇത്തിരി ടഫാണെന്ന രീതിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ കേറ്ററ്റിന് വേണ്ട സൈക്കോളജിയുടെ എല്ലാ ക്ലാസ്സസും നമ്മൾ ചെയ്യുന്നുണ്ട്. കാറ്റഗറി 3കാർക്ക് സിലബസിൽ പ്രകാരമുള്ള, ദാറ്റ് മീൻസ് സിലബസ് ബേസ്ഡുള്ള ക്ലാസ്സസ് എല്ലാം ഫസ്റ്റ് മുതൽ നമ്മൾ 1, 2, 3 എന്ന രീതിയിൽ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അഡോളസൻറ്റ് സൈക്കോളജി എന്ന് പറയുന്നൊരു ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലേണിംഗ് തിയറീസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അത് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ട് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഇതിൽ ഇൻ ബിറ്റ്വീന് നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് നോക്കണം, അതിൽ സെപ്പറേറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which one of the following groups is similar to the law of proximity? ഈ തന്നതിൽ ലോ ഓഫ് പ്രോക്സിമിറ്റിയിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എയും ബിയും സിയും ഡിയിൽ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലോ ഓഫ് പ്രോക്സിമിറ്റി ഏതാണ്? അപ്പോൾ ഈ ലോ ഓഫ് പ്രോക്സിമിറ്റി ഏതിലാണ് വരുന്നത്? ജസ്റ്റാൾഡ് സൈക്കോളജിയിൽ വരുന്ന സംഭവം അല്ല, ഇതൊരു എന്താണ് ലേണിംഗ് തിയറിയിൽ വരുന്നതാണ്. ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ പറയും ഈ ജസ്റ്റാൾഡ് തിയറിന്. അതിൽ വരുന്നൊരു സംഭവമാണ് ഈ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്ന ഈ 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു പിക്ചർ കാണിക്കുന്നുണ്ട്, പ്രോക്സിമിറ്റിയുടെ കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു പ്രോക്സിമിറ്റിയിൽ എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ 2 പിക്ചർ നോക്കും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു 3 ഡോട്ടാക്കിയിട്ടുള്ള 2 സംഭവമായിട്ട് തോന്നുന്നത് അല്ല. ഇവിടെയാണെങ്കിൽ ഈ ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ മൊത്തത്തിലല്ല കാണുന്നത്, നിങ്ങൾ കുറച്ചായിട്ടുള്ള, അതായത് 6 ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് 3 ഗ്രൂപ്പാണ് കാണുന്നത്. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് തിയറി ഒക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ലേണിംഗ് തിയറീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ലേണിംഗ് തിയറീസിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് മുതലുള്ള തിയറിറ്റിക്കൽ പാർട്ടെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പോൾ ഏതാണ്? നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരു 4 ട്രയാങ്കിൾ ഉണ്ട്. പക്ഷേ ഈ 4 ട്രയാങ്കിൾ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ആദ്യം 2 എണ്ണം ഒരു സെറ്റ് അല്ല, 2 എണ്ണം ഒരു സെറ്റ് എന്ന രീതിയിലല്ല. അപ്പോൾ അത് 2 എണ്ണം ഒരു ഗ്രൂപ്പായിട്ടും പിന്നെ 2 എണ്ണം ഒന്നായിട്ട് താഴ്ന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് പ്രോക്സിമിറ്റിയിൽ വരുന്നത് ഏതാണ്? സിമിലർ ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ദ സ്റ്റുഡൻസ് who have not done the homework will not be permitted to play in the 7th period. രാധ ടീച്ചർ അനൗൺസ്ഡ്. അപ്പോൾ രാധ ടീച്ചർ പറയാണ് എന്താണ്, ഹോംവർക്ക് ചെയ്യാത്തവരെ എന്ത് ചെയ്യില്ല, 7th പീരീഡ് കളിക്കാൻ വിടില്ല എന്ന് പറയാണ്. ജസ്റ്റ് ദെൻ സം സ്റ്റുഡൻസ് സ്റ്റാർട്ടഡ് ടു ഡു ദെയർ ഹോംവർക്ക്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് എന്താണ്, കുറച്ച് കുട്ടികൾ വേഗം എന്ത് ചെയ്യാൻ പോകണം, ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. വിച്ച് ലേണിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ഹിയർ? അപ്പോൾ ഇവിടെ ടീച്ചർ യൂസ് ചെയ്ത ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ലോ ഓഫ് റെഡിനെസ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ലോ ഓഫ് ഇഫക്റ്റ്. ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരിക?
ഓപ്ഷൻ സി ആണല്ലേ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുക. അപ്പോൾ ടീച്ചർക്ക് എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. സോ ഹോംവർക്ക് ചെയ്യുന്ന ടെൻഡൻസി കൂട്ടണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള സംഭവം എന്താണ് റിമൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ വേഗം എന്ത് ചെയ്യാണ്, ആ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ് അല്ലേ. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, അവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ സി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് PT വിടില്ല എന്ന രീതിയിൽ, കളിക്കാൻ വിടില്ല എന്ന രീതി. സോ ഇവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് അല്ല, ലോ ഓഫ് റെഡിനെസ് അല്ല, ലോ ഓഫ് ഇഫക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഈ എന്താണ് ലോ ഓഫ് റെഡിനെസ് എന്നൊക്കെ പറയുന്നത് തൊണ്ടയ്ക്കിൻ്റെ ലേണിംഗ് തിയറീസ് വരുന്ന കാര്യം ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു തിയറീൻ്റെ ഭാഗമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ which of the following is not included in the developmental task of Robert J. Havinghurst? അപ്പോൾ ഹാവിംഗ്ഹേസ്റ്റിൻ്റെയാണ് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സംഭവം ഇത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ്തറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ബി ഫിസിക്കൽ മെച്യൂറേഷൻ, ഓപ്ഷൻ സി വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻ, ഓപ്ഷൻ ഡി കൾച്ചറൽ പ്രഷർ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് റോബർട്ട് ഹാവിംഗ്ഹേസ്റ്റ് ആണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രവൃത്തികളിലാണ് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഓരോരോ സ്റ്റേജിലും ഓരോരോ ഇൻഡിവിജ്വലിനും ഓരോ ഡെവലപ്മെൻറ്റൽ ടാസ്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും എന്താണ് തിയറീൻ്റെ ഉൾഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് എലമെൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ വേണമെങ്കിൽ ഒരു എന്താണ് 3 സോഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ കൾച്ചറൽ ഫിസിക്കൽ മെച്യൂറേഷനും ഈ കൾച്ചറൽ പ്രഷറും ഇൻഡിവിജ്വൽസ് ആസ്പിറേഷനും ഒക്കെ അതിൻ്റെ ഒരു 3 സോഴ്സ് ആയിട്ട് പറയാം. പക്ഷെ അതിൽ പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈസ്തറ്റിക് ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് എന്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ ഒരു 3 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 സോഴ്സ് ആയിട്ട് വേണം നമുക്കിത് കണക്കാക്കാവുന്നതാണ്. കാരണം ഫിസിക്കൽ മെച്യൂറേഷൻ, അതായത് ശാരീരിക വളർച്ചയുമായി അനുസരിച്ചുള്ള സംഭവം എന്താണ്, അതിനനുസരിച്ചാണ് ഓരോരോ ടാസ്കും വരുന്നത് ഓരോരോ ഏജിലും. സോ ഇതിന് ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ വരുന്ന കാര്യമാണ് അല്ലേ. പിന്നെ വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ്, അപ്പോൾ ഓരോരോ ഇൻഡിവിജ്വലിൻ്റെ വാല്യൂവും അവരൊരു വാല്യൂസും അതുപോലെ തന്നെ മൂല്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ പറയുന്നത് അതും നമ്മുടെ അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോരോ ലെവലിലും വരുന്നത്. സോ അതും ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ കൾച്ചറൽ പ്രഷർ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ അവിടെ ഈസ്തറ്റിക് ഫോഴ്സ് എന്നുള്ള കാര്യം. സോ നമ്മുടെ ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് വന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ്. സോ ഓപ്ഷൻ എ ഈസ്തറ്റിക് ഫോഴ്സ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് പ്ലേസ് ലേറ്റ് കമ്മേഴ്സ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും എന്താ ചെയ്യുക, ലേറ്റായിട്ട് വരുന്നവർ ക്ലാസ്സിനെ പുറത്താക്കും അല്ലേ. ബട്ട് ഷാരി ടീച്ചർ അഡ്മിറ്റഡ് സനീഷ് എ ഡെയിലി ലേറ്റ് കമ്മർ ഇൻ ടു ദ ക്ലാസ് ബൈ കൺസിഡറിങ് ഹിസ് ബേസിക് നീഡ്സ്. അപ്പോൾ നമ്മുടെ ഷാരി ടീച്ചർ എന്താ ചെയ്തത്, ഈ സനീഷ് എന്ന് പറയുന്ന കുട്ടി ലേറ്റായി വന്നിട്ടും ഡെയിലി ലേറ്റായി വന്നിട്ടും ക്ലാസ്സിലേക്ക് ഉള്ളിലേക്ക് അഡ്മിറ്റ് ചെയ്തു അല്ലേ. ദാറ്റ് മീൻസ് ക്ലാസ്സിന് ഉള്ളിലേക്ക് വരാൻ സമ്മതിച്ചു. വിച്ച് സൈക്കോളജിസ്റ്റ് വ്യൂ ഇനേബിൾ ദ ടീച്ചർ ടു ഡു ദിസ്. അപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ ചെയ്യാൻ ഏത് സൈക്കോളജിസ്റ്റ് വ്യൂ പോയിൻ്റാണ് ഹെൽപ്പായതെന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എബ്രഹാം മാസ്ലോയുടെ, കാൾ റോജേഴ്സിന്, ലെവ് വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഇവിടെ നീഡ്സ് അല്ലേ. നീഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം ഇവിടെ ആരെയാണ് വരുന്നത്, എബ്രഹാം മാസ്ലോയുടെയാണ് നീഡ് ഹയറാർക്കി തിയറി വരുന്നത് അല്ലേ. സോ അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി, എബ്രഹാം മാസ്ലോ എന്നുള്ള സംഭവം കിട്ടി. അപ്പോൾ ഓരോരോ സ്റ്റേജിലും അപ്പോൾ അവിടെ ആ കുട്ടി ലേറ്റായി വരാൻ സംതിങ് എന്തോ കാരണമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു നീഡ്സ്, അപ്പോൾ ഓരോരോ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഓരോരോ സ്റ്റേജിലേക്ക് വരാൻ. സോ അവിടെ ആ നീഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉദ്ദേശം നമ്മുടെ എബ്രഹാം മാസ്ലോയോടാണ്. കാരണം ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഓപ്ഷനിൽ ബേസിക് നീഡ്സ് എന്ന് അല്ലേ. അപ്പോൾ നീഡ് ഹയറാർക്കി തിയറി പ്രകാരം വരുന്നത് നമ്മുടെ എബ്രഹാം മാസ്ലോയുടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Then next നോക്കാം, അമ്പിളി ടീച്ചർ got the following diagram while analyzing her students' sociogram. Which type of relation is reflected here? അപ്പോൾ അമ്പിളി ടീച്ചർ ഇവിടെ ഡയഗ്രാം കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഈ താഴെ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിക്സ് ആണോ, ഗാങ്സ്, സ്റ്റാർ, ട്വിൻസ്.
ഈ 4-ൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം എവിടെ നിന്നാണെന്നാണെങ്കിൽ ഇത് നമ്മൾ സോഷ്യോഗ്രാം എന്നൊരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യോമെട്രി, സോഷ്യോഗ്രാം എന്നൊക്കെ പഠിക്കാനുള്ളത്. നമ്മുടെ എന്താണ് സോഷ്യോ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യോമെട്രി അല്ലെങ്കിൽ സോഷ്യോഗ്രാം ഒക്കെ ഇങ്ങനെ എന്താണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നിരിക്കുന്നത് എന്താണ് 5, 8, 4 എന്നൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിന് കറക്റ്റ് ആൻസർ വരുന്നത് ക്ലിക്സ് ആണ്. ഏതാണ്? ഓപ്ഷൻ എ ക്ലിക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണ് ക്ലിക്ക്, ഗ്യാങ്, സ്റ്റാർ, ട്വിൻസ് എന്നൊക്കെ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ സീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോരോ കുട്ടികൾക്ക് ഓരോരുത്തരോട് ഇരിക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളോട് അടുത്തായിരിക്കും ഓരോ കുട്ടികൾക്ക് ഇരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേറെ എന്ത് ചെയ്യാം, ഓരോരോ കുട്ടികൾക്ക് ഓരോ നമ്പർ ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഒരു 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 10 പേർക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 നമ്പർ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോരോ കുട്ടികളോടും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ആരുടെ കൂടെയാണോ ഇരിക്കാൻ താല്പര്യം അവർ നമ്പർ എഴുതാൻ പറയാൻ വിചാരിക്കുക. അപ്പോൾ ഓരോരുത്തർ എന്ത് ചെയ്യും, ഓരോരോ നമ്പർ എഴുതും അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ പേര് എഴുതിയ നമ്പർ, ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു നമ്പറാണ് കൂടുതൽ പേര്. ഇപ്പോൾ 1 എന്ന് പറയുന്ന കുട്ടിക്ക് നമ്പർ കൊടുത്തെങ്കിൽ ആ കുട്ടിയുടെ പേര് ചിലപ്പോൾ ഇനി സ്നേഹയാണെന്ന് വിചാരിക്കുക. 1 എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് സ്നേഹയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും എഴുതിയപ്പോൾ എന്താണ് ഈ 1 എന്ന് പറയുന്നത് വന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ആ ഏറ്റവും കൂടുതൽ പേര് എഴുതിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണല്ലോ ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൂടി ഇരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, സ്റ്റാർസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാകുമ്പോൾ അതിനെന്ത് പറയും, നമ്മൾ സ്റ്റാർ എന്ന് പറയും. ട്വിൻസ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ സ്നേഹയ്ക്ക് ഇപ്പോൾ ആരുടെ കൂടെ വേണമെങ്കിൽ അഞ്ജുവിൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്നേഹയ്ക്ക് അഞ്ജുവിൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്നേഹ എന്ത് അഞ്ജുവിന് നമ്പർ എഴുതി. അഞ്ജു എന്ത് ചെയ്തു, അതുപോലെ അഞ്ജുവിന് ആരുടെ കൂടെ ഇരിക്കാനല്ലോ സ്നേഹൻ്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു അഞ്ജു സ്നേഹ നമ്പർ എഴുതി. അപ്പോൾ ഒരാൾ നമ്പർ 1 ആണെങ്കിൽ 1 ആര് നമ്പർ എഴുതി, 5 നമ്പർ എഴുതി എന്ന് വിചാരിക്കുക. 5ഉം അത് തന്നെ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5ഉം എന്താണ്, 5ഉം അതേപോലെ 1 നമ്പറിന് എഴുതുകയാണ്. അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്വിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ അതിനെന്ത് പറയും, ട്വിൻസ് എന്ന് പറയും. പിന്നെ എന്താണ്, ഗാങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ പോലെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്യാങ് എന്ന് പറയുക. ഓക്കെ, ഒരു ചെയിൻ പോലെ വരികയാണ് നമ്മൾ അതിനെ ഗ്യാങ് എന്ന് പറയും. ഇതിങ്ങനെ ഒരു കണക്ഷൻ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ക്ലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നിനും പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആരെയും നിർദ്ദേശിക്കാത്ത രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആരോട് കൂടി ഇരിക്കണം പ്രത്യേകിച്ച് താല്പര്യമില്ല, ആരാണെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന രീതിയിൽ വരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ പേര് അവരുടെ നമ്പർ എഴുതാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മളുള്ളവർ നമ്മൾ ഐസൊലേറ്റ്സ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ സോഷ്യോഗ്രാമിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ക്ലിക്കാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ട്രയാങ്കിൾ പോലെ വരുന്നില്ല. അപ്പോൾ 8ത്തെ ആൾക്ക് എന്താണ് 4 എന്ന് പറയുന്ന ആ നമ്പറിലുള്ള കുട്ടികളാണ് ഇഷ്ടമെന്ന് വിചാരിക്കുക. 4നാണെങ്കിൽ 5 അപ്പോൾ കറക്റ്റായിട്ട് ഒരു ട്രയാങ്കിൾ പോലെ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷനായിട്ട് വരുന്നതിനെയാണ് ഇപ്പോൾ ഓരോന്നും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, പെട്ടെന്ന് വായിൽ വന്നപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ ഇനി ചെയ്യാമേ. ഇതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല. സോഷ്യോഗ്രാമിക്ക് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ് സിലബസ് ആസ് പെർ സിലബസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോട്ട്സ് തന്നിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ബെനിഫിറ്റഡ് ത്രൂ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ്, സെപ്പറേറ്റ് ക്ലാസ് ആൻഡ് ഡബിൾ പ്രൊമോഷൻ. അപ്പോൾ ഏത് ടൈപ്പ് കുട്ടികൾക്കാണ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമും റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, സ്പെഷ്യൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്, ഡബിൾ പ്രൊമോഷൻ എന്നുള്ളതൊക്കെ കൊടുക്കുക എന്നുള്ളത്. ക്രിയേറ്റീവ് ചിൽഡ്രൻസിനാണോ, ഗിഫ്റ്റഡ് ചിൽഡ്രനാണോ, ബാക്ക്വേർഡ് ചിൽഡ്രനാണോ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രനാണോ? അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഡബിൾ പ്രൊമോഷൻ അല്ലേ. ഡബിൾ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സാകുന്ന കുട്ടിനെ എന്ത് ചെയ്യുക, 5ൽ നിന്ന് 7ലേക്ക് വിടുക അല്ലേ. അപ്പോൾ അവിടെ പറയുമ്പോൾ എന്താണ്, ഗിഫ്റ്റഡ് ചിൽഡ്രനാണ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആയ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അതുപോലെ തന്നെ എന്താണ് ക്രിയേറ്റീവ് ചിൽഡ്രൻസിനൊക്കെ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എസ്പെഷ്യലി നമുക്ക് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനാണ് വരുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് സിലബസിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. The PTA decided to expel a child for regular theft from the school. But the class teacher requested to give him an opportunity to continue his education by understanding his family background. അപ്പോൾ എന്താണ്,
ഡെയിലി എപ്പോഴും എന്താണ് മോഷണം നടത്തിയും കൂടി ഒരു കുട്ടിയെ എന്താണ് സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് PT തീരുമാനിച്ചു. പക്ഷെ എന്താണ് അവിടെ ക്ലാസ് ടീച്ചർ റിക്വസ്റ്റ് ചെയ്തു, എന്താണ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് ടീച്ചർ റിക്വസ്റ്റ് ചെയ്തു ബൈ അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെ ആ കുട്ടീൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ആ കുട്ടിയെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. Justice and equality to the child. Which of the moral principles of Kohlberg is related with the dealing of the teacher? അപ്പോൾ ഈ ടീച്ചർ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കോൾബർഗിൻ്റെ ഏത് മോറൽ പ്രിൻസിപ്പിളുമായിട്ട് കണക്ട് ചെയ്തതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത്? പണിഷ്മെൻറ്റിന് ഒബീഡിയൻസ് ആണോ, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണോ, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ആണോ, സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ ആണോ? അപ്പോൾ ഇതിൽ ഏതാണ്? അപ്പോൾ അവർക്കൊരു ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷനായിട്ട് വരുന്ന ഓപ്ഷൻ B ആണ്. ഇത് നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ വരുന്ന കാര്യമാണ്. അതിൽ 3 ലെവലായിട്ട് ഒരു 6 സ്റ്റേജസിൽ നമ്മുടെ കോൾബർഗ് നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വരുന്നതാണ് 3rd സ്റ്റേജിൽ വരുന്ന സംഭവമാണിത്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ തിയറിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്കെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. Then, which mental ability, according to Piaget, if accomplished by a child who is talking to his pillow, pretending it as his girlfriend? അപ്പോൾ എന്താണ്? തലേനെ ഒരു കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന ഒരു കുട്ടി പിയാഷയുടെ കാഴ്ചപ്പാട്ടിൽ ഏത് ഇതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മാനസിക കഴിവിനെയാണ് ഏത് മാനസിക കഴിവിനെയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഈഗോസെൻട്രിക് തോട്ടാണോ, അനിമിസോ ആണോ, സിംബോളിക് തോട്ടാണോ, സെൻട്രേഷൻ ആണോ? അപ്പോൾ എന്താണ് ഇവിടെ? ആ കുട്ടി പില്ലോനെ ഫ്രണ്ടാക്കില്ല, തൻ്റെ കൂട്ടുകാരിയാക്കി കണക്കാക്കിയിട്ടാണ് സംഭാഷണം നടത്തുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഷീ ഈസ് ടോക്കിംഗ് ടു ദാറ്റ് പില്ലോ അല്ലേ. അപ്പോൾ പില്ലോ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതാ വരുന്ന ആൻസർ? പെട്ടെന്ന് കുറച്ച് പേർക്കൊക്കെ തോന്നും ഇത് അനിമിസോ അല്ലേന്ന്. പക്ഷെ അല്ല, ശ്രദ്ധിക്കണം, ഇതെന്താണ്? സിംബോളിക് തോട്ടാണ്. ഓക്കെ, അനിമിസം എന്ന് വെച്ചാൽ അതിന് ഹ്യൂമൻ ഫീലിങ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അനിമിസം പറയുക. കുറേ കുട്ടികൾക്ക് ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കുറേ പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും അപ്പോൾ അതായിരിക്കും അനിമിസം ആയിരിക്കില്ല. പക്ഷേ ശരിക്കും ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ C ആണ്, സിംബോളിക് തോട്ടാണ്. അതായത് ഒരു പില്ലോനെ ഫ്രണ്ടാക്കി സങ്കല്പിക്കുകയായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഫോണിന് ചില കുട്ടികൾ എന്തെങ്കിലും ഒബ്ജക്ട്സിന്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബനാനനെ എടുത്ത് ഫോണാക്കി സങ്കല്പിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ. അതെന്താണ്? അതൊരു സിംബോളിക് തോട്ടാണ്. സോ അതെന്താണ് അവിടെ വരുന്നത്? അവിടെ എന്താ അനിമിസോ അല്ല വരുന്നത്, സിംബോളിക് തോട്ടാണ്. അതേപോലെ ഒരു കണക്കാക്കിയാൽ നിങ്ങൾ പില്ലോനെ ഫ്രണ്ടാക്കി കണക്കാക്കുന്നു, അത്രേ ഉള്ളൂ. സോ അവിടെ എന്താണ്? സിംബോളിക് തോട്ട് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് അനിമിസോ ആണ് തോന്നും, പക്ഷെ തോന്നരുത്, അത് കറക്റ്റ് ആൻസർ അല്ല, സിംബോളിക് തോട്ടാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സിന് ആ ഒരു ഇതായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അവിടെ എന്താണ് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആ ഒരു എന്താണ് പില്ലോനെ ഫ്രണ്ടാക്കി സങ്കല്പിച്ചിട്ട് സംസാരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ സിംബോളിക് തോട്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എന്താണ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, പഴത്തിന് എടുത്ത് ചില കുട്ടികളൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, പഴത്തിന് വലിയൊരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ സാധാ പഴമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ ഫോൺ പോലെ ഇങ്ങനെ ചെവിയിൽ വെച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ ഈ സിംബോളിക് തോട്ട് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ C ആണ്. ഇതിലൊരു കൺഫ്യൂഷൻ വരരുത്. അനിമിസം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ലൈഫ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ളതാക്കി കാണിക്കുന്നതിനെയാണ് നമ്മൾ ഈ അനിമിസം എന്ന് പറയുക. ഓക്കെ, അത് ഹ്യൂമൻ ഫീലിങ്സ് ഒക്കെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു തോട്ട് മാത്രമേ വരുന്നുള്ളൂ, ജസ്റ്റ് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ അവിടെ എന്താണ് ഇപ്പോൾ ഒരു ആക്ഷൻസ് എന്ന രീതിയിലേക്ക് വരുന്നു. സോ അതുകൊണ്ട് ഇവിടെ സിംബോളിക് തോട്ട് വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് among the following is the suitable example for approach avoidance conflict? ഇതിൽ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൻ്റെ സൂട്ടബിൾ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് വാച്ചിങ് ക്രിക്കറ്റ് ഇൻ ദ TV. അപ്പോൾ കൂട്ടുകാരുമായിട്ട് എന്താണ് പ്ലേ ചെയ്യുക ആൻഡ് വാച്ചിങ് TV അല്ലേ, വാച്ചിങ് ക്രിക്കറ്റ് ഇൻ ദ TV, ക്രിക്കറ്റ് കാണുക അല്ലേ. Then father will beat and teacher will punish if didn't go to the school for pretending stomachache. Have to play computer game and watch cartoon. Have to see the horrible online class of teacher and to go for playing football. ഇതിൽ ഏതാ വരുന്നത്? ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക. ഏതാ വരുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കിയേ. അപ്രോച്ച് അവോയ്ഡൻസ് ആണ്. അപ്രോച്ചും പിന്നെ അവോയ്ഡൻസും ആവണം. അപ്പോൾ ഇതേതാ വരുന്നത്? അപ്പോൾ ഇത് പഠിക്കാൻ വേണം ചെറിയൊരു നമുക്ക് ട്രിക്ക് ഉപയോഗിക്കാം. അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടി വരുന്നു എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അവോയ്ഡൻസ് വരുമ്പോൾ നെഗറ്റീവായിട്ട് കാര്യമായിട്ട് അവോയ്ഡ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, ഹാവ് ടു സീ ദ ഹൊറിബിൾ ഓൺലൈൻ ക്ലാസ് ഓഫ് ടീച്ചർ. അപ്പോൾ ടീച്ചർ ഹൊറിബിളായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സും കാണണം, ഇഷ്ടമില്ലാത്തൊരു ക്ലാസ്സും കാണണം,
പിന്നെ എന്ത് ചെയ്യണം, കളിക്കാനും വേണം. കളിക്കാൻ പോകണമെന്നുള്ള ഒരു എന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതും അപ്രോച്ചായി. പിന്നെ എന്താണ്, ടീച്ചറെ ക്ലാസ് കാണുന്നുള്ളത് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു എന്താ നെഗറ്റീവ് ഒരു കാര്യം കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഹാവ് ടു സീ ദ ഹൊറിബിൾ ഓൺലൈൻ ക്ലാസ് ഓഫ് ദ ടീച്ചർ ആൻഡ് ടു ഗോ ഫോർ പ്ലേയിങ് ദ ഫുട്ബോൾ എന്നാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? Next one, in which stage of psychosexual development of Sigmund Freud can be seen the feature of Electra complex and Oedipus complex? അപ്പോൾ എന്താണ് ഇലക്ട്ര കോംപ്ലക്സും ഇഡിപ്പസ് കോംപ്ലക്സും വരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൽ ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെനിറ്റൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഇതിലേതിലാണ് വരുന്നത്? അപ്പോൾ ഈ ഒരു തിയറി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം പറഞ്ഞതാണ്. ഏതാണ്? ഈ ഫാലിക് സ്റ്റേജിൻ്റെ അണ്ടറിലാണ് ഇലക്ട്ര കോംപ്ലക്സും ഇഡിപ്പസ് കോംപ്ലക്സും വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, some statements are given below. Extrinsic motivation cannot be controlled by gift or recognition. Intrinsic motivation is self-motivated and formed from inside. Extrinsic motivation do not cause intrinsic motivation. Extrinsic motivation sometimes lead to intrinsic motivation. ഇതിൽ ഏതൊക്കെയാണ്? ഇതിൽ ഈ തന്ന വിച്ച് ഓഫ് ദ മാർക്ക് കറക്റ്റ് വിത്ത് റെഗാർഡ് ടു മോട്ടിവേഷനുമായിട്ട് കറക്റ്റ് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നോക്കൂ, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം വായിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ കറക്റ്റായുള്ള കാര്യം. ഇപ്പോൾ ഓരോരോ ഓപ്ഷൻ നോക്കി കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ആദ്യം എന്ത് ചെയ്യും, 4 എണ്ണത്തിൽ കറക്റ്റായി വരുന്ന കാര്യം ആദ്യം മനസ്സിലാക്കി വയ്ക്കും. കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഫോംഡ് ഫ്രം ഇൻസൈഡ് അല്ല. ഇത് കറക്റ്റാണ്. ആദ്യത്തെ ശരിയല്ല. സി എന്താണ്? സിയും ശരിയല്ല. ഡു നോട്ട് കോസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഡി ഓക്കെ ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ബിയും ഡിയും ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേതാണ് ഓപ്ഷനിൽ വരുന്നത്? സി ആണ് അല്ലേ. ബി ആൻഡ് ഡി ആർ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ thematic apperception test, TAT, is used for assessing memory, personality, intelligence, aptitude. thematic apperception test എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി പേഴ്സണാലിറ്റി. Then which of the following represents the correct hereditary factors that influence in the development of a person? ഈ തന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ? ഒരു പേഴ്സൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹെറിഡിറ്റി ഫാക്ടേഴ്സിൽ തന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്സ്, ന്യൂട്രീഷൻ, ഓർഡർ ഓഫ് ബർത്ത്, റേസ്, ഗ്ലാൻസ്, ഫാമിലി സ്റ്റാറ്റസ്, സെക്സ്, ഓർഡർ ഓഫ് ബർത്ത്, സെക്സ്, റേസ്, ഗ്ലാൻസ്, ഓർഡർ ഓഫ് ബർത്ത്, ഗ്ലാൻഡ്, സെക്സ്, റേസ്, ഇൻ്റലിജൻസ്. ഇതിലേതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഗ്ലാൻഡും സെക്സും റേസും ഇൻ്റലിജൻസ് ഇതൊക്കെയാണ് എന്താണ് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയാം. ബാക്കിയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വരുന്നില്ല അല്ലേ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്ലാസ് റൂം ഒബ്സർവേഷൻ, ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ്? അപ്പോൾ ഇതിലേത് അസസ്മെൻ്റ് ആണ്? വിച്ച് ഈസ് ദ അസസ്മെൻറ്റ് ഓഫ് ക്ലാസ് റൂം ഒബ്സർവേഷനും അതുപോലെ തന്നെ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ്സിലെ ഡിസ്കഷൻസും അതുപോലെ തന്നെ ഫീഡ്ബാക്കും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന അസസ്മെൻറ്റ് ഏതാണ്? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതിലേതാ വരുന്നത്? നമ്മൾ ക്ലാസ് റൂം ഒബ്സർവേഷൻ ആണ്, ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആണോ? അപ്പോൾ ഏതാ വരിക? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണല്ലേ. പഠനത്തിനായുള്ള വിലയിരുത്തലാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അപ്പോൾ ഇത് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാം. നമ്മുടെ കാറ്റഗറി 1 ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാ ടോപ്പിക്കും സിലബസിൽ തന്നെ എല്ലാ ടോപ്പിക്കും എല്ലാ തിയററ്റിക്കൽ പാർട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ അല്ലേ. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് റൈറ്റ് ആൻസർ. Next one, Sangeeta teacher divided the students into 6 groups. Then part of same article was given to each group. അപ്പോൾ സംഗീത ടീച്ചർ എന്താ ചെയ്ത്? സ്റ്റുഡൻസിനെ 6 ഗ്രൂപ്പാക്കി അവിടെ പാർട്ട് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ഓരോരോ ആർട്ടിക്കിളും എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുത്തു. ദ ഗ്രൂപ്പ്സ് വേർ ഗിവൺ ടു ദ ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സമ്മറൈസ് ദ ഐഡിയാസ്, എക്സ്പ്ലെയിൻ സം പാർട്സ് ആൻഡ് കമൻറ്റ് ഓൺ വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. വാട്ട് ഈസ് ദ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ ടീച്ചർ ഹിയർ? അപ്പോൾ ഇവിടെ ആ ടീച്ചർ ഉപയോഗിച്ച സ്ട്രാറ്റജി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കവറി ലേണിംഗ്, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഡയോളജിക്കൽ ലേണിംഗ്, റെസിപ്രോക്കൽ ലേണിംഗ്. അപ്പോൾ ഇതിലേതാ വരുന്നത്? ഓപ്ഷൻ
ഡി റെസിപ്രോക്കൽ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, കുട്ടികളെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തു, അവർക്ക് ആർട്ടിക്കിൾ കൊടുത്ത് അവർക്ക് പരസ്പരം ഒരു അവസരം കൊടുക്കുകയാണ്, അവർക്ക് ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. സോ ഇവിടെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് അല്ലേ. കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മുടെ വൈഗോട്സ്കിയുടെ തിയറി നിങ്ങൾ ഓർക്കണം അല്ല. അപ്പോൾ വൈഗോട്സ്കിയുടെ ആണ് ഒരു എന്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനായിട്ട് വരുന്നതിന് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, ഓപ്ഷൻ ഡി റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ സംഗീത ടീച്ചർ ഉപയോഗിച്ച ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്, റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. ഓക്കെ അല്ലേ. ഇനി ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലീൻ ദ ക്ലാസ് റൂം ബൈ ഗേൾസ്, ലെറ്റ് ദ ബോയ്സ് അറേഞ്ച് ദ ബെഞ്ചസ് ആൻഡ് ഡെസ്ക്സ്. ക്ലാസ് ടീച്ചർ അനൗൺസ്ഡ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ടീച്ചർ ഇൻഡിക്കേറ്റ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, ജെൻഡർ ഐഡൻറ്റിറ്റി. അപ്പോൾ എന്താണ്, പെൺകുട്ടികൾ എന്ത് ചെയ്യുക, അടിച്ചു വിടുക അല്ല, ബാക്കി ബോയ്സ് എന്ത് ചെയ്യുക, ബെഞ്ചസും ഡെസ്കും അറേഞ്ച് ചെയ്യട്ടെന്ന് ടീച്ചർ പറഞ്ഞു. സോ ഇവിടെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്, പെൺകുട്ടികൾക്ക് എന്താ ബെഞ്ച് ഡെസ്കും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ചെയ്തൂടെ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷനാണ് വരുന്നത് അല്ലേ. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാറ്റഗറി 1ലും 2ലും ഈ ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോസ്കോപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി ഇതൊക്കെ എപ്പോഴും വരുന്നൊരു കോമൺ ടോപ്പിക്കാണ്. എപ്പോഴും എക്സാമിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ സീറ്റിട്ടുകാർക്കും ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ചെയ്യാം. ഓക്കെ, then which of the following concepts are considered in കാൾ റോജേഴ്സ് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി തിയറി? കാൾ റോജേഴ്സിൻ്റെ പേഴ്സണാലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് ഇതിൽ ഏതൊക്കെയാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ്, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്, സെൽഫ് റിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ്, മെച്യൂർഡ് പേഴ്സണാലിറ്റി, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. ദെൻ മെച്യൂർഡ് പേഴ്സണാലിറ്റി, ഐഡിയൽ സെൽഫ്, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്. ഇതിലേതാ വരുന്നത്? അത് ആദ്യം നമ്മൾ കാൾ റോജേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു തിയറിയൊക്കെ അറിയണല്ലോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇനി ഇതിൻ്റെ ലേണിംഗ് തിയറീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മൾ ലേണിംഗ് തിയറീസ് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതി. അതിൽ കാൾ റോജേഴ്സിൻ്റെ ഇനിയൊക്കെ ഇതൊക്കെ നമ്മൾ എല്ലാ പേഴ്സണാലിറ്റി തിയറി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ ഇത് കുറച്ച് വലിയ കൺസെപ്റ്റാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴേക്കും ചില ടൈമായി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് 17th ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐഡിയൽ സെൽഫ്, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡും റിയൽ സെൽഫൊക്കെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്? ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ വരാത്തത് ഏതാണ്? അപ്പോൾ ഫസ്റ്റ് ഇല്ല, കാറ്റഗറി 1ലും 2ലും വരും. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഡെവലപ്മെൻറ്റ് ഈസ് ഓർഡർലി, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ഡെവലപ്മെൻറ്റ് ഈസ് പ്രിഡിക്റ്റബിൾ, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. അപ്പോൾ ഇതിലേതാണ് നോട്ട് എ പ്രിൻസിപ്പിൾ? ഇതിലേതാ നോട്ട് എ പ്രിൻസിപ്പിൾ എന്ന് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ എന്നതാണ് എന്താണ് പ്രിൻസിപ്പിൾ വരാത്തത്. ഓക്കെ, next one, Ramesh Master gave group activities and provided chances to share experience in the classroom. അപ്പോൾ രമേഷ് മാസ്റ്റർ എന്താ ചെയ്യാണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തിട്ട് അവർക്കൊരു ചാൻസ്, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കുകയാണ് ക്ലാസ് റൂമിൽ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സ്റ്റുഡൻസ് വിൽ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദീസ് ആക്ടിവിറ്റീസ്? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടികളുടെ ഏത് ഇൻ്റലിജൻസ് ആണ് ഇംപ്രൂവ് ചെയ്യുക? ഇൻട്രാ പേഴ്സണൽ ആണോ, ബോഡിയിലെ കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണോ, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണോ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ? ഇവിടെ എന്താണ്, പരസ്പരം കുട്ടികൾ ഷെയർ ചെയ്യാൻ പറയുകയാണ് അല്ലേ. സോ അവിടെ എന്താ വരിക? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഗിവൺ ആസ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ ടീച്ചിങ് സ്ലോ ലേണേഴ്സ്? ഈ തന്നതിൽ സ്ലോ ലേണേഴ്സിൻ്റെ എന്താണ് ടീച്ചിങ്ങുമായിട്ട് വരാത്തത് ഏതാണ്? അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം സ്ലോ ലേണേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. നോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഗിവ് സിമ്പിൾ ലേണിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ ബി കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി, വിച്ച് ക്യാൻ ബി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഗിവ് ചലഞ്ചിങ് ലേണിംഗ് ടാസ്ക്. Give small and organized learning top. Divide the topics into small units and provide feedback in time. അപ്പോൾ എന്താ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ? എന്താണ് സ്ലോ ലേണേഴ്സ് എന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, ഗിവിങ് സിമ്പിൾ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇല്ല, അത് ഓക്കെയാണ്. രണ്ടാമത്തെ നോക്കൂ, ഗിവ് ചലഞ്ചിങ് ലേണിംഗ് ടാസ്ക്. അപ്പോൾ ഓൾറെഡി സ്ലോ ലേണർ ആണ്. സ്ലോ ലേണറിന് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്ത് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നോട്ട് ഗിവ് എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഗിവ് ചലഞ്ചിങ് ലേണിംഗ് ടാസ്ക്, അത് ഗിഫ്റ്റഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യമാണ് അല്ലേ, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് പ്രോസസ്
stages of observational learning theory. Observational learning theoryൻ്റെ കറക്റ്റായിട്ട് വരുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മോഡലിംഗ്, അറ്റൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ, റിട്ടൻഷൻ. ദെൻ അറ്റൻഷൻ, മോഡലിംഗ്, മോട്ടോർ റിപ്രൊഡക്ഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്, മോട്ടോർ റിപ്രൊഡക്ഷൻ, റിട്ടൻഷൻ, മോഡലിംഗ്, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിലേതാ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് ആ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മോഡലിംഗ്, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, find out the factor of intelligence according to Sternberg that specifies the ability to behave up to the situation and make the environment favorable to the individual. അപ്പോൾ ഇതിൽ ഏത് ഫാക്ടേഴ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് that specifies the ability to behave up to the situation? അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാനുള്ള ആ ഒരു ഇൻ്റലിജൻസ് ഇതിൽ ഏത് ഫാക്ടറാണ് തരുന്നത് എന്നാണ് പറയുന്നത് അക്കോർഡിംഗ് ടു സ്റ്റേൺബർഗിന്. ഓക്കെ, componential intelligence, experiential intelligence, contextual intelligence, crystallized intelligence. ഇപ്പോൾ ഇവരുടെ എന്താ വരുന്നത്? സ്റ്റേൺബർഗിൻ്റെ ഇൻ്റലിജൻസ് തിയറി പ്രകാരം വരുന്നതിൽ അതിൽ ഏതാണ്? ബിഹേവ് അപ് ടു ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസിലാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേൺബർഗിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു 2020 വന്ന ആ ഒരു എക്സാമിൻ്റെ സമയത്ത്, ദാറ്റ് മീൻസ് 2021 നടന്ന എക്സാമിൽ കാറ്റഗറി 2ലും ചോദിച്ചിട്ടുണ്ട്, കാറ്റഗറി 1ലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേൺബർഗിൻ്റെ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകരുത്. അപ്പോൾ ഒരേ സമയത്ത് നടന്ന എക്സാമിൽ ഒരാളുടെ ക്വസ്റ്റ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേൺബർഗ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു സ്റ്റേൺബർഗിൻ്റെ തിയറി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സാധാ ശരിക്കും നിങ്ങൾ വിചാരിക്കുക നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻസിന് പിന്നെ റിപ്പീറ്റ് ആവും, അത് മാത്രം കൺസിഡർ ചെയ്യരുത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന മെയിൻ ലക്ഷ്യം എന്താണ്? ഇതേ ക്വസ്റ്റ്യൻ പിന്നീട് വരും, അതൊക്കെ സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ പാർട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഓരോരോ തിയറിയും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരേ ടൈമിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ റിപ്പീറ്റേഷനൊക്കെ വരുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതേപോലെ തന്നെ അപ്പോൾ അത് ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു തിയറിക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും തിയറി പാർട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാ തിയറീസും അത്യാവശ്യം നല്ലതായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു എക്സാമിൽ 30ൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ സൈക്കോളജി ഈസി ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറി പാർട്ടിലൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള എക്സാമുകളിലേക്കും നിങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുക എന്ന രീതി മാറ്റി എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കുക. ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക ആൻസർ. ഇപ്പോൾ ചുമ്മാ ഞാൻ പറയുമ്പോൾ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ ചെയ്ത് നോക്കുക. അത് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആയില്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മിസ്റ്റേക്ക് ഒന്നും കൂടി നോക്കി വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് concept attainment model, reciprocal teaching, dialogical learning, discovery learning. Which of them are associated to the ideas of Jerome S. Bruner? Jerome S. Bruner's ideas ആയിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ ഈ തന്നതിൽ 4 എണ്ണത്തിൽ ഏതാണ്? ABR കറക്റ്റ്, BCR കറക്റ്റ്, ADR കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. അപ്പോൾ ഏതാണ് ഇതിലേതാ വരുന്നത്? അപ്പോൾ നമ്മുടെ ബ്രൂണറുടെ കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം അറിയണമല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ബ്രൂണർ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മുടെ ജെറോം എസ് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഇസ് ഗിവൺ ബൈ ജെറോം എസ് ബ്രൂണർ ആണ്. അതുപോലെ തന്നെ ഡിസ്കവറി ലേണിങ്ങും ആരുടെയാണ്? ജെറോം എസ് ബ്രൂണറാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് എയും ഡിയും ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ എയും ഡിയും വരുന്ന ആൻസർ ഏതാണ്? AD. അപ്പോൾ സി ആണ് അല്ലേ. അപ്പോൾ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും അതുപോലെ തന്നെ ഡിസ്കവറി ലേണിങ്ങും ജെറോം എസ് ബ്രൂണറിയാണ്. അപ്പോൾ എയും ഡിയും ആണ് കറക്റ്റായിട്ട് വരുന്നത്. ADR കറക്റ്റ് എന്ന് പറയുന്നത് 23-ാമത്തേൽ ഏതാണ്? സി ആണ് വരുന്നത് അല്ലേ. ADR കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ദി ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഈ തന്ന ആക്റ്റിൽ ഏതാണ്? നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് ശ്രദ്ധിക്കണം. ഹ്യൂമൻ റൈറ്റ് ആക്ട്, മെൻ്റൽ ഹെൽത്ത് ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്. അപ്പോൾ ഏതാണ് ഇതിൽ വരിക? അപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതായിരിക്കും? സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഹ്യൂമൻ റൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ഹ്യൂമൻസിനുള്ളതാണല്ലോ. അത് സ്പെഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചുള്ളതാണോ? അല്ല. സോ ഹ്യൂമൻ റൈറ്റ് ആക്ട് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് among the following statements is not related with dyslexia?
അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അറിയും എന്താണ്. അപ്പോൾ ആദ്യമായിട്ട് കേട്ടിട്ടൊക്കെ എഴുതുന്നവരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇഗ്നോർഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ടാവും. ഓക്കെ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ കേട്ടിട്ടിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നോട്ട് ക്വസ്റ്റ്യൻ അപ്പോൾ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സം വേർഡ്സ് ആർ ലെഫ്റ്റ് ഔട്ട് വൈൽ റീഡിങ്, റീഡ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് വേർ ഇറ്റ് ഷുഡ്, ലിവിങ് 1 or 2 lines, റീഡിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ്. അപ്പോൾ ഇതിലേതാ വരുന്നത്, ഡിസ്ലെക്സിയുമായിട്ട് വരാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബാക്കിയൊക്കെ എന്താ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, റീഡിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ, then which among the following statement can be considered as a definition of emotional intelligence. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വരുന്ന ഒരു ഡെഫിനേഷനായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എബിലിറ്റി ടു കൺട്രോൾ ദ ഇമോഷണൽ സ്റ്റേറ്റ് ഇൻ്റലക്ച്വൽസ്, then ability to understand the emotional state of oneself and others, be self-motivated, all of the above. അപ്പോൾ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുന്നത് നോക്കുന്നത് എല്ലാം തന്നെ കറക്റ്റ് ആണ് അല്ലേ. ബി സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവണേ. നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ എന്താവണം എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. സോ അത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളും എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറ്റും എന്ന് നമ്മൾ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കേട്ടിട്ട് എഴുതി കിട്ടാത്തവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ നിങ്ങൾ എന്താണ് ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ആവരുത്. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറ്റും, എനിക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യം എവിടേക്കോ മിസ്റ്റേക്ക് പറ്റിയതാണ്, അതൊക്കെ ഞാൻ ഇനി ക്ലിയർ ചെയ്യും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻറ്റ് ആക്കിയിട്ട് ഇനിയുള്ള എക്സാമുകൾ ഫേസ് ചെയ്യുക. പിന്നെ എക്സാമിന് അന്നേരം വരെ കാത്തിരിക്കരുത്. കാരണം എക്സാമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം ഉണ്ടാവത്തില്ല പഠിക്കാൻ. സോ അതിന് മുമ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ച് വയ്ക്കുക. പിന്നീട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക അല്ല. റിവിഷൻ ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ടഫായിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ ആ ഭാഗം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേതാ വരുന്നത്, എല്ലാം ഏകദേശം കറക്റ്റ് ആണല്ലോ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് പറയാം. സോ അതുകൊണ്ട് ആൻസർ ഏതാണ്, 26ൻ്റെ ഓൾ ഓഫ് ദ എബോ പറയാം അല്ലേ. ഓൾ ഓഫ് ദ എബോ ഓപ്ഷൻ ഡി ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയർ, തന്നതിൽ കറക്റ്റ് പെയർ ഏതാണെന്നാണ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇ.എൽ. തൊണ്ടേക്ക്, റെസ്പോൺസ് സ്റ്റിമുലസ് ബി.എഫ്. സ്കിന്നർ, പ്രോഗ്രാംഡ് ലേണിംഗ് വുൾഫ്ഗാങ് കൗലർ, റെസ്പോൺസ് സ്റ്റിമുലസ് ഇവാൻ പാവ്ലോ. ഇതിലേതാണ് കറക്റ്റ് പെയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഇടയ്ക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ ഒരു ക്ലാസ്സിൽ എടുത്തതാണ് ഈ സംഭവം. എന്താണ്, റെസ്പോൺസ് സ്റ്റിമുലസ് ബി.എഫ്. സ്കിന്നർ. ഇതാണ് നമ്മൾ ലേണിംഗ് തിയറീസിൽ വരുന്നതാണ്. ഒപ്പാരൻ കണ്ടീഷനിങ് പറയുമ്പോൾ ഞാൻ ഈ ഒരു സംഭവം പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. റെസ്പോൺസ് RS കണക്ഷനാണ് ഇവിടെ വരുന്നത്. സാധാരണ നമ്മൾ SR ഫോർമുല ആണെങ്കിൽ ഇവിടെ എന്താണ് സ്കിന്നറുടെ കാര്യത്തിൽ RS ആണ്. ഞാൻ പ്രത്യേകം പറഞ്ഞ് നോട്ട്സ് തന്നിരുന്നു PPTയിൽ. അതേ ക്വസ്റ്റ്യനാണ് ഇവിടെയും വന്നിരിക്കുന്നത്. RS അല്ല, റെസ്പോൺസ് സ്റ്റിമുലസ് ആണ് സ്കിന്നർ. ഓക്കെ, ഇതാണ് ഇവിടെ കറക്റ്റ് പെയർ. Then which is the correct basic parameters of J.P. Guilford structure of intellect model? അതായത് J.P. ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റിൻ്റെ മോഡലിൽ വരുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, കറക്റ്റായിട്ടുള്ള ബേസിക് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്ട്സ്, ഓപ്പറേഷൻ യൂണിറ്റ്സ്, ഓപ്പറേഷൻസ് കണ്ടന്റ് പ്രോഡക്റ്റ് ക്ലാസ്സസ്, ഓപ്പറേഷൻ കണ്ടന്റ് റിലേഷൻസ്. അപ്പോൾ ഏതാണ് ഗിൽഫോർഡിൻ്റെ തിയറി വരുന്നത്, ഓപ്പറേഷൻ കണ്ടന്റ് പ്രോഡക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഈസ് മോർ സൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിന് ഏറ്റവും സൂട്ടബിൾ ആവുന്നത് ഏതാണ്, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ, those who for other reason deserve more attention and consideration than their peers, physically and mentally retarded children. ഇതിലെന്താണ് സ്പെഷ്യൽ നീഡ്സുമായിട്ട് വരുന്നത്, കറക്റ്റായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്, ഓപ്ഷൻ സി അല്ലേ. ദോസ് ഹൂ ഫോർ അതർ റീസൺസ്, എന്തെങ്കിലും റീസൺ കാരണം ഡിസേർവ് മോർ അറ്റൻഷൻ ആൻഡ് കൺസിഡറേഷൻ ദാൻ ദെയർ പിയേഴ്സ് ആണ് അല്ലേ. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ നീഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കറക്റ്റായ ഒരു സൂട്ടബിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, ക്രൈയിങ് അലൗഡ്, ബൈറ്റിംഗ് ദ നെയിൽ, ജമ്പിങ് വിത്ത് ജോയ് എക്സെട്ര സം ഓഫ് ദ ചൈൽഡ് റെസ്പോൺസ് അല്ലേ. അപ്പോൾ എന്താണ്, കരയുക, നേങ്കടിക്കുക എന്നുള്ള സംഭവമൊക്കെ എന്താണ് കുട്ടികളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റെസ്പോൺസസ് ആണ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദീസ് ഇമോഷൻസ് ഓഫ് ചൈൽഡ്. അപ്പോൾ ചൈൽഡ് ഈ ഇമോഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു. ഡിറ്റക്റ്റബിലിറ്റി, ട്രാൻസിറ്റോറിനസ്, ഫ്രീക്വൻറ്റ്, ബ്രീഫ്നെസ്. ഇതിലേതാ വരിക,
ഡിറ്റക്റ്റബിലിറ്റി ആണ് കേട്ടോ. അതിലാണ് ഈ ക്രൈയിങ് ലൗഡ് അല്ലെങ്കിൽ അവർ എന്താ പറയുക വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കാര്യമാണ് അല്ലെ, ദൃശ്യതയാണ് ഡിറ്റക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതായത് ക്രൈയിങ് ലൗഡ്ലി, ബൈറ്റിംഗ് ദ നെയിൽ, ജമ്പിങ് വിത്ത് ജോയ്, ഇതൊക്കെ ഇമോഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ വരുന്ന കാര്യം. പോസിറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ വരുന്ന കാര്യമാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എല്ലാം നമുക്ക് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം കാണുക. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഒത്തിരി കാര്യങ്ങൾ, ദാറ്റ് മീൻസ് കുറേ തിയറീസ് ആണെങ്കിലും ശരി, കുറേ ക്ലാസ്സിൽ കേട്ടിട്ട് അത്യാവശ്യം സൈക്കോളജി ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.